അപ്പോൾ ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വേക്കൻസി വന്നിട്ടുണ്ട്. BROയിലേക്കാണ്, ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്കാണ് പുതിയ വേക്കൻസി വന്നിട്ടുള്ളത്. മിനിമം 12ാം ക്ലാസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതിലൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് നോക്കാം. ആദ്യം വന്നിട്ടുള്ളത് ഡ്രാഫ്റ്റ് മാനിലേക്ക് 42 വേക്കൻസി, ഹിന്ദി ടൈപ്പിസ്റ്റ് 10 വേക്കൻസി, സ്റ്റോർ കീപ്പർ 300 വേക്കൻസി, ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷൻ 261 വേക്കൻസി, ഓപ്പറേറ്റർ എക്സ്കാവേറ്റിംഗ് മെഷീനറിയിലേക്ക് 207 വേക്കൻസി, ഇലക്ട്രീഷ്യനിലേക്ക് 79 വേക്കൻസി എന്നിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ആപ്ലിക്കേഷൻ ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് 21 മെയ് 2026 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ എൻഡ് ഡേറ്റ് 19 ജൂലൈ ആണ് അവസാന തീയതി വരുന്നത്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഫോർമാലിറ്റീസ് നോക്കുക. അപ്പോൾ അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും എക്സാംസിലൊക്കെ. അപ്പോൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇതിലേക്ക് അപേക്ഷിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് ഏജ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. SC ST OBC എന്നീ വിഭാഗക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ വേക്കൻസി പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലേക്ക് സാലറി, കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള സാലറി അത്യാവശ്യം നല്ല സാലറിയാണ് വരുന്നത്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തത് വരുന്നത് ഇതവിടെ SC ST OBC, എക്സ് സർവീസ് മാന്, അതുപോലെ തന്നെ എക്സ് അഗ്നിവീർ അവർക്കൊക്കെ ഏജ് റിലാക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അടുത്ത് ഇവിടെ എക്സ്ട്രാ മാർക്ക്, വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. എക്സ്ട്രാ മാർക്ക് അതും സ്പോർട്സ് പേഴ്സൺ, അതുപോലെ തന്നെ എക്സ് സർവീസ് മാന്, NCC എന്നീ വിഭാഗക്കാർക്ക് എക്സ്ട്രാ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ PSCയിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഇതിലും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 50 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഓക്കെ, SC STക്കാർക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ക്വാളിഫിക്കേഷൻ വരുമ്പോൾ ഡ്രാഫ്റ്റ് മാൻ ആണെങ്കിൽ 10ാം ക്ലാസ് സയൻസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് 2 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആവശ്യമാണ്. ഹിന്ദി ടൈപ്പിസ്റ്റ് ആണെങ്കിൽ +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഹിന്ദി ടൈപ്പിംഗ് സ്പീഡ് ആവശ്യമാണ്. സ്റ്റോർ കീപ്പറിലാണ് +2 പാസ്സായാൽ മതി. പിന്നെ നോളജ്, സ്റ്റോർ കീപ്പിങ്ങിനുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷനിലേക്കും അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സും ആവശ്യമാണ്. അതുപോലെ തന്നെ OEMലേക്ക് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കുക. അതുപോലെ തന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇലക്ട്രീഷ്യനിലേക്ക് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കുക. അതുപോലെ തന്നെ ഓട്ടോ ഇലക്ട്രീഷ്യൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. ഓക്കെ, എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ടാണ്. അവിടെ സിലബസൊക്കെ ഇതിൽ തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാ പോസ്റ്റിനും പലതരത്തിലുള്ള ഡിഫറെൻറ്റ് സിലബസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഇതിലേക്ക് അപേക്ഷിക്കുക. ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, 1.5 കിലോമീറ്റർ 10 മിനിറ്റ് നമ്മൾ ആർമിയിലൊക്കെ ഉള്ളത് പോലെ തന്നെയാണ് ഇതിലേക്ക് ഫിസിക്കൽ വരുന്നത്. പക്ഷേ അത്യാവശ്യം ടൈം ഉണ്ട്, 10 മിനിറ്റ് ഉണ്ട്. അതിനുള്ളിൽ നിങ്ങൾ അത് ഫിനിഷ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഹൈറ്റ് വരുന്നത് ഓരോ സോൺ അനുസരിച്ച് ഹൈറ്റും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഹൈറ്റ് വരുന്നത് കേരളം വരുന്നത് 157 സെൻറ്റിമീറ്ററാണ്
ഇവിടെ കേരളത്തിലുള്ളവർക്ക് ഹൈറ്റ് ഇവർ പറയണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും അപേക്ഷിക്കുക. താങ്ക് യു.